ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് ലെയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ലെയർ സ്റ്റൈൽ കൊടുക്കാമെന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കൊണ്ടുവരണം. അതിന് മുൻപേ നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലെയറിൽ പോയിട്ട് ന്യൂവിൽ പോയിട്ട് സോളിഡ് ലെയർ സെലക്ട് ചെയ്യാണ്. സോളിഡ് ലെയർ സെലക്ട് ചെയ്ത് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് വൈറ്റ് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സോളിഡ് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യാതെ ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാകും. അതിനുശേഷം നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ബ്ലൂ കളറിലൊരു ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ആണ് ഓൾറെഡി സെലക്റ്റഡ് ആയി കിടക്കുന്നത്, അതിന് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ടൈപ്പ് ടൂൾ എടുക്കുകയാണ്. ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, എനോക്സ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് നമുക്ക് എനോക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. സെലക്ഷൻ ടൂൾ എടുത്ത് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ വൈറ്റ് കളർ ആക്കുകയാണ്. ഓക്കെ, ഞാൻ വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിനൊന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ലെവലിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതും ആയിരിക്കും. അപ്പം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നിലവിൽ ഇതിനൊന്ന് സെൻട്രലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ലെയർ സ്റ്റൈൽ ആഡ് ചെയ്യണം. എങ്ങനെ ലെയർ സ്റ്റൈൽ ആഡ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. ആ ഒരു ലെയറിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെയർ സ്റ്റൈൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. നമുക്കിതിൽ സ്ട്രോക്ക് വരുന്നുണ്ട്. ഈ ടെക്സ്റ്റിന് നമുക്ക് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും, ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റും, കളർ ഓവർലേ കൊടുക്കാൻ പറ്റും, ബിവൽ കൊടുക്കാൻ പറ്റും, അതുപോലെ ഇന്നർ ഗ്ലോ കൊടുക്കാൻ പറ്റും, ഔട്ടർ ഗ്ലോ കൊടുക്കാൻ പറ്റും, പിന്നെ ഡ്രോപ്പ് ഷാഡോ കൊടുക്കാൻ പറ്റും. ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിൽ കണ്ടിട്ടില്ലേ, ഒരു ടെക്സ്റ്റിന് നമ്മളൊരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഷാഡോ കൊണ്ടുവരില്ല, അതാണ് ഡ്രോപ്പ് ഷാഡോ. ഇന്നർ ഷാഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന ഷാഡോ ആണ് ഇന്നർ ഷാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലോ ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ലെയർ സ്റ്റൈലുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഏതാണോ വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ നമുക്ക് കൂടുതൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ ഒരു ഡ്രോപ്പ് ഷാഡോൻ്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഗ്ലോബൽ ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആംഗിൾ നമുക്ക് സൈഡിലേക്കും പല രൂപത്തിൽ നമുക്കിപ്പോൾ റൈറ്റിലേക്ക് വേണേൽ റൈറ്റിലേക്ക് ആക്കാം. അതായത് നമ്മുടെ ഈ ഷാഡോ ഉണ്ടല്ലോ, ഈ ഷാഡോൻ്റെ ആംഗിളാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് ഈ നോർമൽ ടെക്സ്റ്റിൻ്റെ മുകളിൽ നിന്ന്, അതായത് നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ മുകളിൽ നിന്ന് എത്ര വിട്ടിട്ടായിരിക്കണം നമ്മുടെ ഷാഡോ വരേണ്ടത്, അത് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അതുപോലെ നമുക്ക് ഇനി ഷാഡോനെ നമുക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുമല്ല ഇതിനൊക്കെ തന്നെ നമുക്ക് ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഡിസ്റ്റൻസ് മാത്രമൊന്ന് ഞാൻ ഇത് ചെയ്ത് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിസ്റ്റൻസ് വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ ഈ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ചുകൂടി ഇങ്ങോട്ട് വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു 15 ആ റേഞ്ചിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഷാഡോ ഇങ്ങനെ പിന്നിൽ നിന്ന് നീങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഡ്രോപ്പ് ഷാഡോ മാത്രമാണ് കാണിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഇന്നർ ഷാഡോ ചെയ്ത് നോക്കാൻ പറ്റും, ഇന്നർ ഗ്ലോ ചെയ്ത് നോക്കാൻ പറ്റും, ഔട്ടർ ഗ്ലോ ചെയ്ത് നോക്കാൻ പറ്റും, അതുപോലെ ബിവൽ ചെയ്ത് നോക്കാൻ പറ്റും. ബിവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിവൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആദ്യം ഞാൻ ഈ ഡ്രോപ്പ് ഷാഡോ ഒന്ന് ഇങ്ങനെ ഓഫ് ചെയ്തിട്ടാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഷാഡോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് കാണിച്ചു തരാം, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു ബിവൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ബിവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ
ഒരു എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിവൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പം ഇതിൻ്റെ ഡെപ്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഒരു ഒരു 3D പോലെ, അതായത് ഒരു ബിവൽ അവിടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ബിവൽ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പ് ലെയറിന് കൊടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഷേപ്പ് ലെയറിന് ജസ്റ്റ് ഒന്ന് ഒരു ബിവൽ കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഷേപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ലെയർ സ്റ്റൈൽ എടുക്കുന്നു, അതിനുശേഷം ബിവൽ ആൻഡ് എംബോസ് എന്ന് പറയുന്ന ഇത് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അത് ഓൺ ആക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ലെയർ സ്റ്റൈൽ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നിലുള്ള ആ ഒരു ഷേപ്പിനാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആദ്യം ഇതിനൊരു ബിവൽ നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് കാണാൻ പറ്റും. ഞാൻ അതൊന്ന് അതിൻ്റെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് 4 സെക്കൻഡിൽ കൊണ്ടുവച്ചിട്ട് ആ ബിവലിൻ്റെ സൈസ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ ബിവലിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബിവൽ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിവൽ എന്ന് പറഞ്ഞാൽ ഒരു 3D പോലത്തെ ആ ഒരു ഷേപ്പിനെ നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് നമുക്ക് ഡയറക്ഷൻ നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് കൂടുതൽ സോഫ്റ്റൻ ആക്കണമെങ്കിൽ സോഫ്റ്റൻ ആക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇന്നർ ബിവലിലാണ് കിടക്കുന്നത്, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ടറിലേക്ക് മാറ്റാം. അതുപോലെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഔട്ടർ ബിവൽ വരുന്നുണ്ട്, എംബോസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാണ്, ഇതിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഈ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റും എടുത്ത് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോന്നിനും നിങ്ങൾ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആനിമേഷനുകൾ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തു പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് ലെയർ സ്റ്റൈലിൻ്റെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.